ഏവരും ഉറ്റുനോക്കുന്ന മണ്ഡലമായ തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീലേഖ ചുവരെഴുതിക്കൊണ്ടാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ഇതോടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ തീപാറും പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായി. അതുല്യ, ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തീപാറും പോരാട്ടം നടക്കുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് ബി.ജെ.പി. മണ്ഡലത്തിൽ ഇപ്പോൾ ചുവരെഴുതിക്കൊണ്ട് പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പി. തത്വത്തിൽ അംഗീകാരം കൊടുത്ത സ്ഥാനാർത്ഥികളുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. ആ മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ നിയുക്ത സ്ഥാനാർത്ഥികൾ ഇത്തരത്തിൽ ചുവരെഴുതി പ്രചരണം തുടങ്ങുന്നത്. നേരത്തെ നേമം നിയോജക മണ്ഡലത്തിലും തിരുവനന്തപുരം സെൻട്രലിലുമെല്ലാം അത്തരം പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ശ്രീലേഖ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. താമര വരച്ചുകൊണ്ടാണ്, അതായത് അമ്പലമുക്കിന് അടുത്തുള്ള, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെട്ട അമ്പലമുക്കിന് അടുത്തുള്ള നർമ്മദ കോംപ്ലക്സിൻ്റെ സമീപമുള്ള ആ ഒരു ചുവരിൽ താമര വരച്ചുകൊണ്ടാണ് ശ്രീലേഖ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ശ്രീലേഖ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരിക എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നേരത്തെ ശ്രീലേഖ താൻ മത്സരിക്കുന്നില്ല, ശാസ്തമംഗലം വാർഡ് കൗൺസിലറാണ് ഇപ്പോൾ, ഇനിയിപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല, 5 വർഷവും കൗൺസിലറായി തുടരും എന്ന് തന്നെയാണ് ശ്രീലേഖ നിലപാട് നേരത്തെ എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നിലപാടിന് മാറ്റം വരികയാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുകയും MLA ആവുകയും ചെയ്യും എന്ന് ആത്മവിശ്വാസത്തോടെ അവർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് ബി.ജെ.പി. ഉറപ്പിച്ചിരിക്കുകയാണ്. വലിയ പോരാട്ടത്തിന് ബി.ജെ.പി. ഇവിടെ തുടക്കം കുറിക്കുകയുമാണ്. ഈ ഒരു ചടങ്ങിനെത്തിയ നേതാക്കളുടെ നിര തന്നെ അതിൻ്റെ ചില സൂചനകൾ നൽകുന്നുണ്ട്. മേയർ വി രാജേഷ്, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് അടക്കമുള്ളവർ, അതോടൊപ്പം ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കൗൺസിലർമാർ, ഡെപ്യൂട്ടി മേയർ ആശാനാഥ് എന്നിവരുൾപ്പെടെയുള്ള വമ്പൻ നേതൃനിര തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കുന്ന പരിപാടിക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അത് നൽകുന്ന സൂചന, വലിയ പോരാട്ടത്തിന് ബി.ജെ.പി. തയ്യാറെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം, അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1957 മുതൽ 1970 വരെ തിരുവനന്തപുരം 2 എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലമാണ്. 1977 മുതൽ 2008 വരെ അത് തിരുവനന്തപുരം നോർത്ത് മണ്ഡലമായിരുന്നു. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് വട്ടിയൂർക്കാവ് മണ്ഡലം നിലവിൽ വരുന്നത്. 2008 ശേഷം 2011, 2016, 2019, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള മണ്ഡലമാണ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലം. തീർത്തും നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ ബി.ജെ.പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലത്തിൻ്റെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ വട്ടിയൂർക്കാവ് വരികയാണ്. കാരണം 2016 തെരഞ്ഞെടുപ്പ്, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ കുമ്മനം രാജശേഖരൻ ഇവിടെ രണ്ടാമതെത്തിയിരുന്നു. മുരളീധരൻ, UDFിൻ്റെ മുരളീധരൻ ജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ 43,700 വോട്ടുകൾ നേടിക്കൊണ്ട് ഈ മണ്ഡലത്തിൽ ബി.ജെ.പി. 2ാം സ്ഥാനത്തെത്തിയിരുന്നു. അതുതന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. മണ്ഡലത്തിൽ നേടിയിട്ടുള്ള ഏറ്റവും വലിയ വോട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, പിന്നീട് VK പ്രശാന്ത് ഇവിടെ LDFിന് വേണ്ടി മണ്ഡലം പിടിച്ചെടുക്കുന്നു ഉപതെരഞ്ഞെടുപ്പിലൂടെ. അതിനുശേഷം മണ്ഡലം VK പ്രശാന്ത് 2021 തെരഞ്ഞെടുപ്പിൽ നിലനിർത്തുന്നു. അപ്പോഴും ബി.ജെ.പി. തന്നെയാണ് 2ാം സ്ഥാനത്ത്. ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ വി രാജേഷ് 39,600 വോട്ടുകൾ നേടിക്കൊണ്ട് 2021 ബി.ജെ.പി. 2ാം സ്ഥാനത്ത് വന്നിരുന്നു. ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് പരിശോധിച്ചാലും വട്ടിയൂർക്കാവിൽ ബി.ജെ.പി. 1ാം സ്ഥാനത്താണ്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്നും നിരവധി കൗൺസിലർമാരെ വിജയിപ്പിച്ചെടുക്കാനും ബി.ജെ.പിക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഒരു വലിയ ജയസാധ്യത ഇപ്പോൾ ഈ മണ്ഡലത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ടാണ് എ ക്ലാസ് മണ്ഡലങ്ങളായി തരംതിരിക്കുകയും ആ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള വലിയ ശ്രമം ബി.ജെ.പി. നടത്തുകയും ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ശ്രീലേഖയെ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചു.
കുറിച്ചിരിക്കുന്നു. നിയമം പോലെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമത്തോടൊപ്പം തന്നെ ഒന്നാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ നേമവും വട്ടിയൂർക്കാവും BJPയുടെ ശ്രദ്ധാകേന്ദ്രമായ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ആർ ശ്രീലേഖ ചുവരിൽ താമര വരച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.